മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ട്ണർഷിപ്പ് ലിമിറ്റേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്ണർഷിപ്പിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ പറയുന്നു അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ട്ണർഷിപ്പിലെ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്ര പാർട്ട്നേഴ്സിനും പാർട്ട്ണർഷിപ്പിൽ നിന്നും വരുന്ന നഷ്ടങ്ങൾക്ക് ഉത്തരവാദിയാണ്. അതായത് ഇപ്പോൾ പാർട്ട്ണർഷിപ്പിന് ലാഭമുണ്ടാകുന്നത് പോലെ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ അതിലെ ആരൊക്കെ മെമ്പേഴ്സാണോ അല്ലെങ്കിൽ അവർ എത്രമാത്രം ഷെയർ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് അവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരും ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആവണമെന്നില്ല. നിലവിൽ ഒരാളായിരിക്കും ചിലപ്പോൾ ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത്, വിദേശത്തുള്ളവരും തൻ്റെ ഷെയർ പാർട്ട്ണർഷിപ്പിൽ കൊടുക്കുന്നുണ്ടാവാം. എന്നിരുന്നാൽ പോലും അവരുടെ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് എഴുതി ചേർത്തിട്ടുള്ള ഒരു കരാറുണ്ടായിരിക്കും. അതിനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. ആ കരാർ അനുസരിച്ച് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുറ്റം പറയുന്നത് ഫുള്ള് ശരിയല്ല. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് കണ്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പിന് കുറച്ചുകൂടെ കൂടുതൽ റിസോഴ്സസ് ഉണ്ടാവും. കാരണം കുറേ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. പക്ഷേ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ there is a restriction on the number of partners, hence the contribution in the terms of capital investment is usually not sufficient to support large scale business operation. Large scale business ഓപ്പറേഷൻസിനെ സംബന്ധിച്ച് ഇത് കുറവായിരിക്കുന്നതാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പിൽ അംഗങ്ങളാകാവുന്ന മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനി ആണെങ്കിൽ 10 അല്ലാത്ത സാഹചര്യത്തിൽ 20 ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അത്രമാത്രം ആൾക്കാർ വലിയ വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, വലിയ പബ്ലിക് അണ്ടർടേക്കിംഗ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ക്യാപിറ്റൽ ഉണ്ടാവൂലോ എന്നാണ് പറയുന്നത്. ഈ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ്. 4 ആൾ കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അതില്ല. ബോർഡ് മീറ്റിംഗ് വെക്കുമ്പോഴോ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ശരിക്ക് കിട്ടാണ്ട് വരുമ്പോഴോ നഷ്ടമുണ്ടാകുന്ന സമയത്ത് ഏറ്റെടുക്കേണ്ടി വരുമ്പോഴോ ഒക്കെ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ സംബന്ധിച്ച് കൂടുതൽ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഇതിനുണ്ട്. പക്ഷെ എന്നാലോ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പാർട്ട്ണർമാരെല്ലാവരും ഒരുമിച്ച് തീരുമാനം എടുക്കുകയാണ്, ലാഭമില്ല, ഈ ബിസിനസ് ഇവിടെ നിർത്താമെന്ന്. പാർട്ട്ണർഷിപ്പിലെ എല്ലാവരും തീരുമാനിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പ് നിർത്താം, അതാണ് ഉദ്ദേശിക്കുന്നത്. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ആ ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും കണക്കുകളും പൊതുജനങ്ങൾക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാവുകയാണ് എപ്പോഴും നല്ലത്. അത് ചെയ്യാത്ത പക്ഷം ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. കാരണം പബ്ലിക് അണ്ടർടേക്കിംഗ് ആണെങ്കിലാണ് പൊതുജനങ്ങളോടൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട് മറ്റും കാണിക്കേണ്ടത്. ഇത് അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങളെ ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചുണ്ട്. അത് വരുത്താത്ത സാഹചര്യത്തിലാണ് എന്തുണ്ടാവുന്നത്? ജനങ്ങൾക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നത്. അത്രയും 5 ലിമിറ്റേഷൻസ് ആണ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പാർട്ട്ണർഷിപ്പ് എന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എക്സാമിന്. ഇനി അടുത്തത് പലതരത്തിലുള്ള പാർട്ട്നേഴ്സ്. ഞാൻ പറഞ്ഞു സ്ഥാപനത്തിന്റെ 10 പേരെ വെച്ചിട്ടായാലും 5 പേരെ വെച്ചിട്ടായാലും ബിസിനസ് തുടങ്ങുന്ന മുമ്പ് ഈ 5 പേരും നാട്ടിലുള്ള ആൾക്കാരാവണമെന്നില്ല. ചിലര് സ്ഥാപനത്തിലെ പാർട്ട്ണർമാരാവും, എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരാവും. ഏതെങ്കിലും 1-2 പേരാണ് സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ ദൈനംദിന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡേ ടു ഡേ അഫയേഴ്സിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഈസ് ആക്റ്റീവ് പാർട്ട്നേഴ്സ്. An active partner is one who contribute capital, participate in the management of firms, shares its profit and losses, and is liable to an unlimited extent to the creditors of the firm. These partners take actual part in carrying out business of the firm and on behalf of other partners. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്ഥാപനത്തിൽ ഫുൾ ടൈം ഇരിക്കുന്നവരെയാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുക. അടുത്തത് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്.
ഇവര് സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവില്ല. അവർ സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് കിട്ടും, നഷ്ടം വന്നാലും അവർ സഹിക്കണം, ലാഭം കിട്ടിയാലും അവർക്ക് അവരുടെ ഷെയറിനനുസരിച്ചിട്ടുള്ള ലാഭം നഷ്ടം എന്താണെങ്കിലും കിട്ടും. ഇനി സീക്രട്ട് പാർട്ട്നേഴ്സ്. Secret partners is one whose association with the firm is unknown to the general public. Other than his distinct features in all other aspects, he likes in the rest of partners. He contribute to the capital of the firm, take part in management, share its profit and loss, has unlimited liability towards the creditors. അപ്പോൾ നമുക്ക് സീക്രട്ട് പാർട്ട്നേഴ്സ് എന്നാൽ അവർ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂഷനും കൊടുക്കുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ട്, എന്നാൽ എല്ലാവരുടെ ഇടയിൽ അവരങ്ങനെ അറിയപ്പെടണമെന്നില്ല ഇവർ ഈ സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരാണെന്ന്. ഇനി അടുത്തതാണ് നോമിനൽ പാർട്ട്ണർ. ഇത് പേരിന് മാത്രമുള്ള പാർട്ട്ണറാണ്. ഇദ്ദേഹം സ്ഥാപനത്തിന് ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ല, ലാഭം മേടിക്കുന്നില്ല. എന്തിനാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ട്ണർ? എന്താന്ന് വെച്ചാൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ നോൺ പേഴ്സൺ ഈ സ്ഥാപനത്തിലെ പാർട്ട്ണർ ആണെന്ന് അറിയുമ്പോൾ മറ്റുള്ളവർ ഈ സ്ഥാപനത്തിന്റെ ഷെയർ എടുക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ. എ പേഴ്സൺ കൺസിഡേർഡ് എ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ ഇഫ് ത്രൂ ഹിസ് ഓർ ഹെർ ഇനീഷ്യേറ്റീവ് കണ്ടക്ട് ഓർ ബിഹേവിയർ ഹി ഓർ ഷീ ഗീവ്സ് ആൻ ഇംപ്രഷൻ ടു അതർ ദാറ്റ് ഹി ഈസ് ദ പാർട്ട്ണർ ഓഫ് ദ ഫേം. സച്ച് പാർട്ട്നേഴ്സ് ആർ ലയബിൾ ഫോർ ദ ഡെപ്റ്റ്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം വെറുതെ സ്ഥാപനത്തിന് നേരത്തെ പറഞ്ഞ പോലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ വെറുതെ പറയുകയാണ് ഞാൻ ആ സ്ഥാപനത്തിലെ മെമ്പറാണെന്ന്. അങ്ങനെ വേറൊരാള് സ്ഥാപനത്തിലെ മെമ്പർ അല്ലാത്ത ഒരാള് മെമ്പറാണെന്ന് പറയുകയും ആ അദ്ദേഹം മെമ്പറാണ് എന്ന് വെച്ചിട്ട് മറ്റാരെങ്കിലും സ്ഥാപനത്തിലെ ഷെയർ എടുക്കുകയും ചെയ്താല് അവർക്ക് വരുന്ന നഷ്ടത്തിന് ഉത്തരവാദി ഇദ്ദേഹം കൂടിയാണ്. കാരണം ഇദ്ദേഹം വെറുതെ പരത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇവര് സ്ഥാപനത്തിലെ മെമ്പർഷിപ്പ് എടുത്തത്. അങ്ങനെ പറയുമ്പോൾ അയാൾ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞത് മനസ്സിലായിണ്ടോ എന്ന് തോന്നണില്ല, ഒന്നുകൂടെ പറയാം. നിലവിൽ ഇദ്ദേഹം സ്ഥാപനത്തിലെ മെമ്പറോ നോമിനൽ പാർട്ട്ണർ പോലും അല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ സ്ഥാപനത്തിലെ മെമ്പർ ആണെന്ന് മറ്റുള്ള ആർക്കെങ്കിലും തോന്നുകയോ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വേറെ ആരെങ്കിലും മൂന്നാമതൊരാൾ സ്ഥാപനത്തിന് ഷെയർ മേടിക്കുകയോ ചെയ്താൽ ഈ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ആള് ഈ സ്ഥാപനത്തിന്റെ ഇവർക്ക് വരുന്ന നഷ്ടത്തിന് ഉത്തരവാദിയാണ്. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന്. ലാസ്റ്റ് വൺ, പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട്. എ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഈസ് എ പേഴ്സൺ ഹു though he is not a partner in firm but knowledge know him or himself to be represented as a partner in firm. Such a person become liable to outside creditors for the repayment of any debt he has been extended to the firm. അതുപോലെ തന്നെ ഈ പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായോ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായോ സ്ഥാപനത്തിൽ നിന്ന് ആരെങ്കിലും ഷെയർ വാങ്ങിച്ചാൽ അതിനും ഉത്തരവാദിയാണ്. നിയമപരമായി അങ്ങനെ ഒരു സംഭവം വരുന്നില്ല എങ്കിലും രീതികൾ വരുമ്പോൾ, അതായത് ഇതുപോലെയുള്ള ടേംസും ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ എന്നും പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നതുകൊണ്ടും ആ ടേം കൊണ്ട് മനസ്സിലാക്കുന്നത്. അത് ഇതിൻ്റെ ഒരു കാറ്റഗറി ആണ് എന്ന് മാത്രമാണ് വരുന്നത്. നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് വരുമ്പോൾ ഇതുപോലെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി. അതായത് നോർമലി അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു കാറ്റഗറിക്ക് യാതൊരു പ്രാധാന്യമില്ല. ഏത് കാറ്റഗറിക്ക്? നമ്മൾ താഴെ പറഞ്ഞ 5നും 6നും. ഓക്കെ, താങ്ക് യു.